മുഖത്ത് കറുത്ത പാടുകളൊക്കെ ഉണ്ട്, അതെങ്ങനെ മാറ്റണം എന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണം എന്ന് ആകെ മൊത്തം കൺഫ്യൂസ് ആയിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കറുത്ത പാടുകൾ മാറാൻ മെയിൻലി നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുന്നതാണ്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും റെക്കമെൻഡ് ചെയ്യാം. സൂപ്പർ വർക്കിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അതിന് മുന്നേ ആയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ മുഖം ഓൾറെഡി ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാക്ക് പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. മുഖം നന്നായി കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടായെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻ എ ബെറ്റർ വേ ട്രീറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്കും യൂസ് ആക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് മഞ്ചിഷ്ടയുടെ പൊടിയാണ്. മഞ്ചിഷ്ട നമ്മുടെ അങ്ങാടി മരുന്ന് കടകളിലൊക്കെ അവൈലബിൾ ആണ്, ഓൺലൈനായിട്ട് കിട്ടും. സോ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഏറ്റവും എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്നത് അത് വാങ്ങുക. നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആവും. ഇത് പിന്നെ വേര് പോലെ കിട്ടും, തടി പോലെ കിട്ടും. എന്നിട്ട് അത് മേടിച്ച് ഉണക്കി പൊടിച്ചെടുക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് നിൽക്കാറില്ല കേട്ടോ. അത് ഭയങ്കര പാടാണ്. ഭയങ്കര ഒതൻറ്റിക് ആയിട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. മഞ്ചിഷ്ടയുടെ സ്റ്റെമ്മായിട്ട് കിട്ടും, അത് വാങ്ങിച്ച് പൊടിച്ചെടുത്താൽ മതി. ഞാനിവിടെ ഇങ്ങനെ പൊടിയായിട്ട് വാങ്ങുന്നതാണ് യൂസ് ആക്കുന്നത്. ഭയങ്കര നല്ലതാണ് കേട്ടോ. സ്കിൻ ബ്രൈറ്റൻ ആവാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും സഹായിക്കും. അടുത്തതായിട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുത്തു. ഒപ്പം ഇതിലോട്ട് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസും ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിൻ ഗ്ലോ ആകാനും ബ്രൈറ്റ് ആവാനും ഒക്കെ തന്നെ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മഞ്ചിഷ്ടയുടെ പൊടി നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും. അത് കുറച്ച് ഡ്രൈയിങ് ആയിട്ടുള്ളൊരു പൗഡറാണ്. അതുകൊണ്ട് തന്നെ തൈരിൽ ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പാലെങ്കിലും യൂസ് ആക്കണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തന്നെ യൂസ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ വല്ലപ്പോഴും കൂടെ മാത്രം യൂസ് ആക്കുക. എപ്പോഴും തൈര് യൂസ് ആക്കുന്നത് നല്ലതായിരിക്കത്തില്ല. ഞാനിത് യൂസ് ആക്കാറുണ്ട്. എനിക്ക് ഓയിലി സ്കിന്നാണ്, ഞാൻ ഇടയ്ക്ക് മാത്രമാണ് യൂസ് ആക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വെള്ളത്തിലോ റോസ് വാട്ടറിലോ നിങ്ങൾ മിക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അലോവേര ജെല്ല് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പകുതി അലോവേര ജെൽ എടുക്കുക, പകുതി തൈര് എടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ആക്കാം. തൈര് ഒരല്പമെങ്കിലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. മുഴുവനായിട്ടും ഡ്രൈ സ്കിൻ കാരാണെങ്കിൽ തൈരിൽ മിക്സ് ആക്കുക. ഓയിലി സ്കിന്നാണ്, നോർമൽ സ്കിന്നാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് വെള്ളവും ഒരല്പം മാത്രം തൈരും ചേർത്ത് മിക്സ് ആക്കാം. ആ ഒരു ഡ്രൈനെസ് ഉണ്ടാവാതിരിക്കാനാണ് തൈര് ചേർക്കണം എന്ന് പറയുന്നത്. സോ നന്നായിട്ട് ഈ ഒരു പാക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ബാറ്റർ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. സ്കിന്നിൽ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് കുറച്ച് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും. തൈറോയിഡ് പോലത്തെ വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ഡോക്ടറെ കാണിക്കുക. എന്നിട്ട് ഡോക്ടർ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്താൽ മതി. ഒപ്പം ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അസുഖം മാറിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ആ പിഗ്മെൻറ്റേഷനൊക്കെ മാറിക്കിട്ടും. എന്നിട്ടും സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ആക്കാം. അല്ല, മുഖക്കുരു വന്നതിൻ്റെ പാടുകളൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ തന്നെ മുഖക്കുരു വന്നപ്പോൾ പൊട്ടിച്ചു, അത് പിന്നെ മുറിവായി കറുത്ത പാടായി, അത് മാറുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ആക്കാം. ഇനി മുഖക്കുരു ഒന്നും വന്നിട്ടില്ല എങ്കിൽ പോലും നമുക്ക് പലപ്പോഴും മുഖത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ പിഗ്മെൻറ്റേഷൻ ചെറിയ പാടുകളൊക്കെ ഉണ്ടാവും. ചിലർക്ക് അങ്ങനെയൊന്നും ഇല്ലാത്ത സ്കിന്നും ഉണ്ട് കേട്ടോ, അവരുടെ കാര്യമല്ല. ചിലർക്കൊക്കെ ഉണ്ടാവും. അത് ചെറുതാണെങ്കിലും ബ്രൗൺ കളർ ആണെങ്കിലും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ആക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഫേസിൽ മുഴുവനായിട്ടും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിമ്പിളാണ്, കുറച്ച് തരിതരിപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ജെൻറ്റിലായിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് കഴുകി കളയുന്ന സമയത്ത് സ്ക്രബ് ചെയ്യാനൊന്നും നിൽക്കരുത്. ജസ്റ്റ് ഫേസിലോട്ട് നിറയെ വെള്ളം തളിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ചുമ്മാ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. ഇതൊന്ന് ഡ്രൈ ആകുമല്ലോ.
ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കുക. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ആയി വരും. അപ്പോഴേക്കും നിറയെ വെള്ളം തളിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ ഒരു മസാജ് കൊടുത്തിട്ട്, ചെറുതെന്ന് പറഞ്ഞാൽ മസാജ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്, ജസ്റ്റ് അതൊന്ന് കഴുകി കളയുക, മുഖം കൈവച്ച് ഒന്ന് കഴുകി കളയുക, അത്രേ ആവശ്യമുള്ളൂ. അങ്ങനെ വേണം ഇത് റിമൂവ് ചെയ്യാനായിട്ട്. ഇത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്, നമുക്ക് പെട്ടെന്ന് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് നമുക്ക് ഉരയ്ക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ സ്കിന്ന് കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ ഇതൊന്നും ഒരു മാറ്ററേ അല്ല. അതിൽ പിഗ്മെൻറ്റേഷനും പാടുകളും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് ഗ്രാജുവലി പതുക്കെ മാറ്റിക്കൊണ്ടുവരിക. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു വ്യത്യാസമൊക്കെ അറിയാൻ പറ്റും, പക്ഷെ പാടുകളൊന്നും ഒറ്റ ദിവസത്തിൽ മാറിയൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു 3-2 ദിവസം വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക. ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസമൊക്കെ യൂസ് ആക്കിയാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ആക്കി വരിക. ഒരു 2-3 മാസം നിങ്ങൾ യൂസ് ആക്കേണ്ടി വരും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. പിന്നെ മടി പഠിച്ചിട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്തായാലും മടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തരുത്. അത് മടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും യൂസ് ആക്കുക. എന്നിട്ട് കുറേ നാളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം അറിയാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്ത് തുടങ്ങും. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ്. ഫേസിൽ മുഴുവനും ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കഴുത്തിൻ്റെ പുറകുവശം ഉണ്ടല്ലോ, അവിടെയൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനും സഹായിക്കും. അവിടെയും നിങ്ങൾക്ക് യൂസ് ആക്കാം. കണ്ണിന് അവിടെ ഒന്നും ഒരിക്കലും അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. അവിടെ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യുക. കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുട്ടിലുണ്ടല്ലോ, നമ്മുടെ മുട്ടിൽ, കൈമുട്ട്, കാൽമുട്ട്, അവിടെയൊക്കെ ഡീപ്പായിട്ട് കറുത്ത നിറം പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ കൈ കുത്തി ജോലി ചെയ്യുക, മുട്ടിൽ ഒരുപാട് സമയം ഇരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ ഒരു ഫ്രിക്ഷൻ വന്നിട്ട് ഡാർക്ക്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചിലർക്കത് നാച്ചുറലാണ്, ചെറുപ്പം മുതലേ ഉണ്ടായിരിക്കും. ചിലർക്കത് മാറും. അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ഒരു വലിയ ചേഞ്ചൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ ആ പിഗ്മെൻറ്റേഷൻ ലൈറ്റൻ ചെയ്ത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു മുട്ടിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഒരുവിധം എല്ലാവർക്കും ഒരു ചെറിയ കളർ ഡിഫറൻസ് ഉണ്ടാവും. അത് നമുക്ക് സാരമില്ല കേട്ടോ, അതെല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അതൊന്നും വലിയ പ്രോബ്ലം ആക്കണ്ട. നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഈ ഒരു സംഭവം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്ലൈ ചെയ്ത് കൊടുക്കുക, നല്ല വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കുപ്പിയിലാക്കി ഒഴിച്ചു വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ആക്കാറുണ്ട്. അടുത്തതായിട്ട് അലോവേര ജെല്ലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡീറ്റെയിൽസ്, ഇൻഗ്രീഡിയൻസ്, പ്രൈസ് ഒക്കെ അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഈ ഒരു അലോവേര ജെല്ല് വെച്ച് നന്നായിട്ട് മോയ്സ്ചർ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മസ്റ്റാണ്. ഏതൊരു മോയ്സ്ചറൈസറെങ്കിലും ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ മോയ്സ്ചറൈസർ ആയിരിക്കണം. വേറെ ആരുടേതെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ഒരു സാധനം എടുത്ത് ഉപയോഗിക്കരുത്. അത് നമുക്ക് വീണ്ടും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള പിഗ്മെൻറ്റേഷനും പാടുകളും മാറ്റാനായിട്ടുള്ള ടിപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. തീർച്ചയായും ഞാൻ റിപ്ലൈ തരും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.